ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. എപ്പോഴും അയാൾക്ക് നിങ്ങളുടെ ഓർമ്മയും വിചാരങ്ങളും ചിന്തകളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തോ ഒരു വേദനയുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഓർത്തിട്ടും നിങ്ങൾ അതിന് എങ്ങനെയാണോ പ്രതികരിച്ചത് അതൊക്കെ ഓർത്തിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്നത്. അല്ലാതെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് താല്പര്യക്കുറവോ ഇഷ്ടമോ അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചിട്ട് പോയിട്ടോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ സെയിം ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട്. എപ്പോഴും നിങ്ങളുടെ കാര്യമൊക്കെ ആ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. നിങ്ങളുടെ ഓരോ മൊമെൻറ്റ്സും ഒക്കെ ആ ഒരു വ്യക്തി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു ദേഷ്യമുള്ളത് കൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത്. ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മളുടെ പേഴ്സണിൻ്റെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയും ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഇമോഷൻസും ഒക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സോ റീഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും എനർജി ആയിട്ട് റെസനേറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് സ്വീകരിക്കുക, അതല്ലാത്തവർ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. സോ നമ്മളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. സോ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാ മസിൽസും എല്ലാം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു സമയമാണ്. യാതൊരു ടൈപ്പിൽ ഓഫ് കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് പോലും നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസിലും ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാൽ കൂടെ നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു പേഴ്സണാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തി വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് കാര്യം തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ബ്ലോക്ക് മാറ്റി നിങ്ങളോട് സംസാരിക്കാനും പ്രോപ്പറായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനും ഒക്കെ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ വിചാരിക്കണം. ബിക്കോസ് അയാൾക്ക് മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്താലും ഒന്നും അയാൾ നോക്കുന്നോ അതോ നിങ്ങൾക്ക് കിട്ടുന്നോ ഇല്ല. ബട്ട് ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ട് നിങ്ങളുടെ വഴക്ക് തമ്മിൽ സോൾവ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടെ നല്ലതാക്കി നിങ്ങളോട് ക്ഷമിച്ചും, അല്ല നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ നിങ്ങളോട് ക്ഷമിച്ചും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ഒക്കെ കൊണ്ടുപോകാൻ ഈ ഒരു പേഴ്സണ് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ എത്രയൊക്കെ അങ്ങോട്ട് ശ്രമിച്ചാലും അത് അയാൾ നോക്കുകയോ എടുക്കുകയോ ഒന്നുമില്ല. നിങ്ങൾ എത്രയൊക്കെ സോറി പറഞ്ഞാലും അതല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ ഉള്ള നിങ്ങൾ തമ്മിലുള്ള ഒരു നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്തു തരാൻ പറ്റില്ല. അത് വിചാരിക്കണമെങ്കിൽ ആ ഒരു പേഴ്സൺ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെ ശ്രമിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുണ്ട്, വളരെ ഡെപ്തിൽ തന്നെയുണ്ട്. നിങ്ങളുമായിട്ടൊക്കെ കൂടി ചേർന്ന് ഒരുമിച്ച് നടക്കണമെന്നും ലൈഫിൽ കുറേ നാൾ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നും ഒക്കെ, അതായത് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളൊത്ത് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സണ് ഉള്ളിൽ വളരെ ആഗ്രഹമുണ്ട്. അതോടുകൂടെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ കാര്യം മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു പേഴ്സണോട് ചെയ്തിട്ടുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ അവിടുന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മേ ബി നിങ്ങളുടെ ഭാഗത്താണ് ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ അയാൾക്കറിയാം നിങ്ങൾ വളരെയധികം വേദനിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാതെയും മിണ്ടാതെയും ഒക്കെ ഇരിക്കുന്നത്. ആ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം. ബിക്കോസ് അയാൾ നിങ്ങളുടെ അടുത്തൊരു മൈൻഡ് ഗെയിം കളിക്കുകയാണ്. ബിക്കോസ് തിരിച്ച് നിങ്ങളെ വേദനിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന അയാൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ മിസ്റ്റേക്ക്, അതല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ ചെയ്തൊരു മിസ്റ്റേക്ക് നിങ്ങൾ ചിലപ്പോൾ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ മനഃപൂർവ്വം കാണിക്കുന്നത്.
അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാതിരുന്നപ്പോഴും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഇഷ്ടമൊക്കെ ഉണ്ട്. നിങ്ങൾ അയാളുടെ ലൈഫിലൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം അത് മേ ബി അയാൾ നിങ്ങളെ പറ്റിച്ചതായിരിക്കും, അതല്ലെങ്കിൽ തിരിച്ച് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കിട്ടിയത്. അപ്പോൾ ആ ഒരു കാര്യം അയാൾക്ക് ഉള്ളിൽ ഒരുപാട് വിഷമം തട്ടിയിട്ടുണ്ട്. മേ ബി അയാളൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അയാളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അയാളെ വഴക്ക് പറഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് അത് അയാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടമില്ലായ്മ ഒന്നും തന്നെ ഇല്ല, നിങ്ങളെ ഒന്ന് ചെറുതായിട്ട് വേദനിപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ കൂടുതലായിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്താണ്, അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് എന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത്, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ എടുക്കണോ എന്നൊക്കെ ഒരു ചിന്തയിലാണ് ഈ ഒരു വ്യക്തി. പക്ഷേ എത്രയൊക്കെ ചിന്തിച്ച് കൂട്ടിയാലും ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോട് ഉള്ളിൽ സ്നേഹമുണ്ട്. അപ്പോൾ അയാൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അത് അയാളുടേതായിട്ടുള്ളൊരു ടൈം എടുക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ അയാൾക്ക് തോന്നണം നിങ്ങളെ വിളിക്കണമെന്ന്. ബിക്കോസ് നിങ്ങളെ ഒരു വെച്ചാൽ അയാൾക്ക് ഒരു നിങ്ങൾക്കും കൂടെ ഒരു വേദന തരണം എന്നുള്ളൊരു മൈൻഡാണ് ആ ഒരു പേഴ്സൺ. അത് ഉപദ്രവിച്ച് അങ്ങനത്തെ രീതിയിലല്ല, എനിക്ക് കുറച്ച് ഫീൽ ചെയ്തപ്പോൾ അവളും കുറച്ച് അനുഭവിക്കട്ടെ, അല്ലെ അവനും കുറച്ച് ഇത് അറിയട്ടെ, എന്നെ മിസ് ചെയ്യട്ടെ, അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് ടൈം എടുക്കും. പക്ഷേ ആ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം ഉണ്ട്. പക്ഷേ ഇയാൾക്ക് എന്തോ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടാനോ, ഒന്നെങ്കിൽ നിങ്ങൾ വിഷമിക്കണം എന്നൊരു മൈൻഡായിരിക്കും നിങ്ങൾ വഴക്കിട്ടതിൻ്റെ, അതല്ലെങ്കിൽ അയാൾ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല, അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അയാൾ എന്തോ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ, പക്ഷെ നിങ്ങൾ അതിനെ സമ്മതിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം അതിൻ്റെ ആ ഒരു എനർജിയുടെ കിടപ്പുണ്ട്. അപ്പം അത് നിങ്ങൾ എപ്പോഴാണോ സമ്മതിക്കുന്നത്, അതല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങളത് ഓക്കെ പറയുന്നത്, അതുവരെ ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം, പക്ഷേ അത് അയാൾ കൂടെ വിചാരിക്കണം. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു എനിക്ക് വേണ്ടി അത് ചെയ്ത് തന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം അവൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവൻ ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു കാര്യം മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാശിപ്പുറത്താണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ഈ ഒരു വ്യക്തിക്ക് തോന്നാറുണ്ട് നിങ്ങളോട് കണക്ട് ചെയ്യണം, അപ്പോഴായിരിക്കും ഉള്ളിലുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ വേണ്ട, അപ്പോൾ വിളിക്കേണ്ട എന്നൊരു ഫീലിംഗ് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തന്നെയുണ്ട്. പക്ഷെ വാശി, അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തൊക്കെ സോറി പറഞ്ഞാലും അതൊന്നും അയാൾ ഓക്കെ ആണ്. പക്ഷേ നിങ്ങളുടെ അടുത്തൊരു ജാടയിട്ട് നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി നിൽക്കുന്നത്. അതിനർത്ഥം നിങ്ങളോട് ഇഷ്ടമില്ല എന്നൊന്നും അല്ല, അയാൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്. പക്ഷേ ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞൊരു വാക്കുകൊണ്ട് അയാൾക്ക് ഒരുപാട് നൊന്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തിരിച്ചും അങ്ങനെ അവളും കുറച്ച് അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ അവനും കുറച്ച് അനുഭവിക്കട്ടെ ഒന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നിങ്ങളെ ഒരുപാട് ആ വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിളിക്കാതെ സംസാരിക്കുകയും ഇരിക്കുമ്പോഴും നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു പേഴ്സണും അതേ രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ തോറ്റു തരാൻ ഓക്കെ അല്ല ആൾ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വിളിക്കണമെന്ന് തോന്നി ചിലപ്പോൾ ഫോൺ എടുത്ത് എടുക്കാനോ തോന്നുകയാണെങ്കിലായിരിക്കും പെട്ടെന്ന് ആ ഒരു പഴയ കാര്യങ്ങൾ ഓർക്കുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും മാറ്റി വയ്ക്കും. അപ്പോൾ അയാൾക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അയാൾക്ക് നല്ലതുപോലെ തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു വഴക്കും കാര്യങ്ങളും ഒക്കെ മാറ്റി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രസൻസും നിങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ടൈമും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ഓർക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വാശിയുടെ ഇതാണ്, അത് പതുക്കെ ചെല്ലുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. അയാൾ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നല്ല ഒരു നല്ല ഇഷ്ടവും വളരെ കെയർ ചെയ്യുന്നൊക്കെ ഒരു പേഴ്സൺ ആയതുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങൾ ഒരിക്കലും ഇട്ടിട്ട് പോകുമൊന്നുമില്ല. ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ ഡെപ്തിൽ തന്നെ ഇഷ്ടമുണ്ട്. പക്ഷേ
ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ പറ്റി ഇപ്പോൾ കുറച്ചൊക്കെ ഒരു തിരിച്ചറിവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെ എത്രയും ദേഷ്യത്തിലായിരുന്നു നിന്ന്, ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് കുറച്ചൊക്കെ ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു അളവൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഇരുന്ന് കുറച്ചൊക്കെ ആലോചിച്ചിട്ടും ഒക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിലൊക്കെ തന്നെ പോകും. അവർക്ക് നിങ്ങളോട് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങൾക്ക് തിരിച്ചുണ്ടായിരുന്ന ഇഷ്ടമൊക്കെ ഇപ്പോൾ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ വിളിക്കും, നിങ്ങളായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളുണ്ടാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഭാവിയിൽ ഇത് സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.